കുറച്ച് ഇറച്ചി, പിന്നെ ഒരു കൂർക്ക. കൊള്ളാം. ചില കറികളുണ്ടെങ്കിൽ നമുക്ക് ചോറിനാനായിട്ട് വേറെ എക്സ്ട്രാ കറികളുടെ ആവശ്യമൊന്നുമില്ല അല്ലേ? ഒരൊറ്റ കറി കൊണ്ട് നമുക്ക് വയറ് നിറച്ച് ചോറിനാൻ പറ്റും. അങ്ങനെ ഒരു കറിയാണ് ഈ കൂർക്കയും ബീഫും. ഈ ബീഫിൽ കൂർക്ക ഇട്ടാലും കായ ഇട്ടാലും പൊട്ടാറ്റോ ഇട്ടാലും ഒക്കെ നല്ല ടേസ്റ്റാല്ലേ. അപ്പോൾ ബീഫും കൂർക്കയും ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ഒരൊറ്റ കറി കൊണ്ട് നമുക്ക് വയറ് നിറച്ച് ചോറിനാം കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ്, സവാള, കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 2 അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. ഇനി മസാലയൊക്കെ ഒന്ന് കുഴയ്ക്കാൻ കുറച്ച് വെളിച്ചെണ്ണ, 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം ബീഫിൽ പിടിക്കത്തക്ക വണ്ണം നല്ലോണം തിരുമ്പി കൊടുക്കാം കേട്ടോ. അതായത് ബീഫിലേക്ക് ഈ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ എല്ലാ ഫ്ലേവറും അലിഞ്ഞ് ചേരണം. നമ്മൾ ഉപ്പിടാനായിട്ട് വിട്ടുപോയിട്ട്, അപ്പോൾ ആവശ്യമായ ഉപ്പും കൂടെ ഇത് തിരുമുന്നതിന് മുമ്പ് തന്നെ ചേർക്കട്ടെ. ഞാൻ ഉപ്പിടാൻ മറന്നു പോയതാണ്. ഈ കുക്കർ അടച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണ കൂർക്കൊന്ന് തൊലി പൊളിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അതിനുശേഷം 2-3 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ട് നല്ലോണം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച കൂർക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. കൂർക്ക ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ കൂർക്കയുടെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഭയങ്കര ഫ്രഷ് കൂർക്കൊന്നുമല്ല കേട്ടോ. കഴിക്കാൻ നമ്മുടെ നാട്ടിലത്തെ കുഞ്ഞു കൂർക്കാനാണ് ടേസ്റ്റ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം ബീഫും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് കറി വെള്ളം ഉള്ള കറിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളം ഇല്ലാതെയാണ് വേവിച്ചത്, ഒരു റോസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട്. പക്ഷെ വെള്ളം ചേർക്കാണ്ട് വേവിച്ചുകൊണ്ട് തന്നെ ഒട്ടും കറിയില്ലാണ്ടായി പോയിട്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ലാസ്റ്റ് കുറച്ച് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. എനിക്ക് ഇത്തിരി തിക്കി ഗ്രേവി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ. നമ്മൾ ചോറൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എന്തിനും ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.